നമുക്ക് പലയിടത്തുനിന്നും ഉപദേശങ്ങൾ കിട്ടാറുണ്ട്. അതൊരു സോഷ്യൽ മീഡിയയിൽ നിന്നാകാം, അല്ലെങ്കിൽ നേരിട്ട് കാണുന്ന വ്യക്തികളിൽ നിന്നാകാം. ഉപദേശം നല്ലതാണെങ്കിൽ അത് സ്വീകരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തി വയ്ക്കാൻ നമ്മളൊരു ശ്രമം നടത്തും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയ ആ മെസ്സേജ് വാട്സപ്പിലൂടെയാണ് കിട്ടിയെങ്കിൽ നമ്മളത് സ്റ്റാറ്റസ് ആക്കി വയ്ക്കുക, ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്യുക, മറ്റ് വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ ലഭിച്ച ഉപദേശത്തെക്കുറിച്ച് പറയുക തുടങ്ങിയവ ഉണ്ടാകും. പക്ഷെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഉപദേശം പ്രശസ്തനോ അപ്രശസ്തനോ ആയിട്ടുള്ള വ്യക്തി നൽകുമ്പോൾ നമുക്ക് അപ്പോൾ അത് ശരിയാണെന്ന് തോന്നുമെങ്കിലും ചിലപ്പോൾ ഭാവിയിൽ ഈ ഉപദേശം അത്ര ഗുണകരമായിരിക്കില്ല, അതിലെന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് തോന്നിയേക്കാം. അപ്പോൾ ഓരോ ഉപദേശവും ഓരോ സാഹചര്യവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ കാണേണ്ടത് എന്നുള്ളതുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഒരു കർണത്തടിക്കുന്നവന് മറുകർണം കാട്ടിക്കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു കർണത്തടിക്കുന്നവന് മറുകർണം കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ആ ക്ഷമയുടെയും സഹനത്തിൻ്റെയും ഒരു ഭാഗമായിട്ട്, നമ്മുടെ ആ ക്ഷമാശീലം വർദ്ധിപ്പിക്കാനുള്ള ഒരു കാര്യമായിട്ട് ഗാന്ധിജി പറഞ്ഞതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് ഒരാൾ നമ്മുടെ കർണത്തടിച്ചു അല്ലെങ്കിൽ ദേഹത്തടിച്ചു എന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവൻ ഒരു കർണത്ത് അല്ലെങ്കിൽ എൻ്റെ ദേഹത്ത് അടിച്ചതുകൊണ്ട് മറുഭാഗം കൂടി കാണിച്ചു കൊടുക്കണമെന്നുള്ളതാണോ? അല്ല, അവിടെ വേണ്ടത് നമ്മൾ ആ തെറ്റ് പിന്നെ ആവർത്തിക്കാതിരിക്കുകയും പിന്നീട് ഈ അടി ഏറ്റുവാങ്ങാനുള്ള അവസരം ഇല്ലാതാക്കുകയാണ് വേണ്ടത്, അല്ലേ? പക്ഷേ ചിലർ ഇത് നമ്മുടെ ഉള്ളിലേക്ക് എടുത്തു വച്ചിട്ട് നമുക്ക് അനുയോജ്യമല്ലാത്ത സാഹചര്യത്തിൽ പോലും ഇത് പാലിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതായത് ആരോ കൊടുത്ത ഒരു ഉപദേശം അതിന് അനുസൃതമല്ലാത്ത സാഹചര്യത്തിൽ എടുത്തു വച്ചിട്ട് പിന്നീട് ജീവിതം പ്രശ്നഭരിതമാക്കി മാറ്റുന്നത് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ ചില പ്രത്യേക ഉപദേശങ്ങൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുചെന്ന് തള്ളാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ക്ഷമയാണ് ഏറ്റവും വലുത്, ഭർത്താവിൻ്റെ വീട്ടുകാരെ എന്ത് പറഞ്ഞാലും നീ സഹനശക്തിയോട് കൂടി നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് അമ്മയും മറ്റുള്ളവരും കൊടുക്കുന്ന ചില ഉപദേശങ്ങളുണ്ട്. ഇത് കേട്ടുകൊണ്ട് പോകുന്ന ഒരു പെൺകുട്ടി അവിടെ ഉണ്ടാകുന്ന ക്രൂരമായ പീഡനങ്ങൾ പോലും വീട്ടുകാരെടുത്ത് പറയാതെ, മറ്റൊരാളെടുത്ത് ഷെയർ ചെയ്യാതെ അങ്ങനെ ജീവിച്ചു പോകും. ഒടുവിൽ അവൾ വലിയൊരു ആപത്തിൽ ചെന്ന് ചാടുമ്പോഴായിരിക്കും മറ്റുള്ളവർ ഇക്കാര്യത്തെക്കുറിച്ച് അറിയുന്നത്. പത്രമാധ്യമങ്ങളിലൂടെ നമ്മളിത് കാണുന്നതല്ലേ. അതുപോലെ ചില പെൺകുട്ടികൾക്ക് ചിലർ ഉപദേശം കൊടുക്കും, നീ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ അധികാരി നീയായി മാറണം, ഇല്ലെങ്കിൽ എന്നും നിനക്ക് അടിമയെപ്പോലെ കിടക്കേണ്ടി വരും. ഈ ഒരു ഉപദേശം സ്വീകരിച്ചുകൊണ്ട് പോകുന്ന പെൺകുട്ടി ചെന്ന് കയറുന്ന വീട്ടിൽ വിപ്ലവം സൃഷ്ടിച്ച് അവിടുത്തെ താക്കോൽക്കാരിയാകാനുള്ള ശ്രമം നടത്തും. അവിടെയും ജീവിതത്തിന് പ്രയാസങ്ങൾ ഉണ്ടായി വരും. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഉപദേശം നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ ഉപദേശത്തിൻ്റെ അപ്പോഴത്തെ ഗുണവശങ്ങളും ഭാവിയിലുണ്ടാകുന്ന ഗുണങ്ങളെയും നമ്മൾ കാണണം. എന്നാൽ ഇപ്പോൾ ലഭിച്ച ഒരു ഉപദേശം നമുക്ക് ഭാവിയിൽ ദോഷകരമായിട്ട് മാറുമെങ്കിൽ അതിനെക്കുറിച്ച് തിരിച്ചറിയാനുള്ള ഒരു പഠനം നമ്മുടെ ഉള്ളിലുണ്ടാകണം. പ്രത്യേകിച്ച് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡിലൊക്കെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ ഇന്നതിൽ നിക്ഷേപിക്കൂ, നിങ്ങൾക്ക് നേട്ടമുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് പലരും ചില പ്രത്യേക കൃഷിയിലൊക്കെ കൊണ്ടുവന്ന് ചാടിക്കും. ഈ ഒരാൾ ചെയ്ത കൃഷി ഇത് കണ്ടിട്ട് മറ്റുള്ളവരെല്ലാം ആഞ്ഞു പിടിച്ച് അതേ കൃഷി ചെയ്യുന്നു. ഭാവിയിൽ ഇതിൻ്റെ വില ഇടിയുന്നു. നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഉപദേശങ്ങൾ നല്ലതായിരിക്കാം, പല പുസ്തകത്തിലും മികച്ചതായ ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷെ നമ്മുടെ ജീവിതത്തിന് അത് ഗുണകരമാകുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായൊരു പ്ലാനിങ് നടത്താതെ ആര് നൽകുന്ന ഉപദേശവും നിങ്ങൾ സ്വീകരിക്കാൻ നിൽക്കരുത്. അത് നിങ്ങളുടെ സ്വതന്ത്രമായ ചിന്തയാണ്. രോഗമില്ലാത്തൊരു വ്യക്തിയെടുത്ത് പറയുന്നത് പോലെ ആയിരിക്കില്ല രോഗമുള്ള ഒരു വ്യക്തിയെടുത്ത് ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കൺമുന്നിൽ വരുന്ന ചില പ്രത്യേകതരം ഉപദേശങ്ങളെ കണ്ണടച്ച് വിശ്വസിച്ചിട്ട് അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചാലും നമുക്ക് ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ടായി വരും. അതുകൊണ്ട് തന്നെ ചില പ്രത്യേക ഉപദേശങ്ങൾ ഭാവിയിൽ പ്രശ്നമായി മാറാവുന്നത് ചിലർ അവരുടെ സ്റ്റാറ്റസിലൊക്കെ ഒട്ടിച്ചു വച്ചേക്കണം നമുക്ക് കാണാൻ പറ്റും. അത് കാണുമ്പോൾ ഇവർ സഞ്ചരിക്കുന്ന പാത ചിലപ്പോൾ ഒരു അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് ചെല്ലും എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. കാര്യം മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് ഒരു ഗ്രന്ഥത്തിൽ കാണുന്നു. അതിൻ്റെ ഏതാനും പേജുകൾ മറിച്ച് കഴിയുമ്പോൾ അന്യൻ്റെ വാതിൽ മുട്ടരുത് എന്നുള്ള അടുത്തൊരു നിർദ്ദേശം അവിടെ കൊടുത്തിരിക്കും. ആദ്യത്തെ ഒരു നിർദ്ദേശം മാത്രം കണ്ട ആൾ അത് ചെയ്യും, രണ്ടാമത്തെ നിർദ്ദേശത്തെ അയാൾ കാണാതെയും പോകും. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിനും
രണ്ട് വശമുണ്ട് എന്ന് ചിന്തിച്ചിട്ട് വേണം ആരുടെയും ഉപദേശം കേൾക്കാൻ. മാത്രമല്ല സ്വന്തം മനസ്സിൻ്റെ നിർദ്ദേശങ്ങൾ കേൾക്കുമ്പോൾ പോലും രണ്ട് വശം ചിന്തിച്ചിരിക്കണം.